ഹലോ. സാറേ, ഞാൻ എന്തായാലും ഇന്ന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം. കുറച്ച് ഡിലേ ആയിപ്പോയി സാറേ. ഓക്കെ ശരി എന്നാൽ. അതന്നെയല്ലോ ഇന്ന് ഭയങ്കര കോമഡി ആയിരുന്നു. രേണുസുധീനെ നൈസായിട്ട് അനുമോള് ഊക്കി വിട്ടു. രേണുസുധി കുളിക്കൊന്നുമില്ലല്ലോ, നമ്മളെല്ലാവരും അത് കാണുന്നതല്ലേ. പക്ഷെ ഇന്ന് അനുമോള് നൈസായിട്ട് അത് പബ്ലിക്കായിട്ട് പറഞ്ഞു. രേണുസുധിക്ക് വൃത്തിയില്ല, കുളിക്കില്ല, തലേ മാത്രം തേൻ വരണം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഉണ്ടല്ലോ അപ്പാനി ശരത്തുണ്ടല്ലോ, അപ്പാനി ശരത്ത് ഇത്രയും ദിവസം ഭയങ്കര വലിയ സംഭവമായിട്ട് അവൻ ഭയങ്കര ഓവർ ഷോ ആയിരുന്നല്ലോ. ഇപ്പൊ ഒതുങ്ങി. അവൻ ഭയങ്കര പേടിച്ചു. കാരണം ന്യൂസ് പതുക്കെ പുറത്തോട്ട് വേറെ രീതിയിൽ പോകുന്നു വിചാരിച്ചിട്ടേ. നീ എന്ത് തേങ്ങയൊക്കെ എൻ്റെ അടുത്ത് പറയണേ? എന്തിട്ട് സംഭവം, എന്തിട്ട് തേങ്ങ പറയണേ? ഞാൻ ബിഗ് ബോസ്. എന്റെ പൊന്നുമോളെ, നിനക്ക് ഇവിടെ വന്നിരിക്കുന്ന സമയത്തൊന്നും പറഞ്ഞോടെ ഞാൻ ബിഗ് ബോസ് പറയണേന്നുള്ളത്? നീ ഇങ്ങനെ അത് അന്തം കുന്തല്ലാണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? കേട്ടാ മനസ്സിലാക്കി കൂടെ ബിഗ് ബോസ്? എടാ കേട്ടാ മനസ്സിലാവണ എന്തിട്ട്? നീ അപ്പാനി ശരിത്ത് എന്ന് പറയുന്നുണ്ട്, രേണുസുധി എന്ന് പറയുന്നത്, ഇതൊക്കെ കേട്ടാ എനിക്ക് എങ്ങനെ മനസ്സിലാവും? ഞാൻ ഇതൊന്നും ഞാൻ ഈ സാധനങ്ങളൊന്നും കാണാറൊന്നുമില്ല. എത്ര സീസൺ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ ഈ സാധനം ഒന്നും കണ്ടിട്ടൊന്നുമില്ല. എനിക്ക് ആകെ കൂടി അറിയുന്നത് ആ മിസൈലിനെയാണ്. ഗിസേല അങ്ങനെ എന്തോ ഒരു പെണ്ണില്ലേ, ആ പെണ്ണിനെ മാത്രമേ എനിക്കറിയുള്ളൂ. ജിസേല്. അവളുടെ എന്തോ ലിപ്സ്റ്റിക് ഇടുന്ന വീഡിയോസ് അങ്ങനെ എന്തോ കുറച്ച് വീഡിയോസ് ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തോ അവള് ഹിന്ദിയല്ലേ സംസാരിക്കണം, മലയാളം കുറച്ച് അറിയണം. ആ പെണ്ണിനെ മാത്രമേ എനിക്കറിയാം. അപ്പൊ നിനക്ക് ജിസേലിനെ അറിയാം? ജിസേലിന് ബിഗ് ബോസിലല്ലേ? ബിഗ് ബോസും അറിയാം. ഈ രേണുസുധീനെയും അപ്പാനി ശരത്തിനെയും നിനക്ക് ജിസേല്